ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വാട്സപ്പിൽ വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ അപ്ഡേറ്റുകൾ പലർക്കും പല കാലഘട്ടങ്ങളിലായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്നതാണ് AI വരെ കിട്ടാത്ത ആളുകളുണ്ട്. AI എന്ന് പറഞ്ഞ അപ്ഡേറ്റ്സ് ഇതുവരെ ഫോണിൽ വരാത്ത ആളുകളുണ്ട്. അപ്പം അപ്ഡേറ്റുകളെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന 4 അപ്ഡേറ്റുകളുണ്ട്. ഈ 4 അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ആർക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് അറിയിക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ട് അപ്ഡേറ്റുകളാണ്. ഈ ഒരു അപ്ഡേറ്റുകൾ നിങ്ങളുടെ ഫോണിൽ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ അത് വന്നിട്ടുണ്ടെന്നുള്ളത് കമന്റ് ആയിട്ട് അറിയിക്കുക. മാത്രമല്ല വന്നവരാണെങ്കിൽ വരാത്തവർക്ക് കൂടി ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറന്നു പോകരുത്. കാരണം അത് മറ്റുള്ളവർക്ക് കൂടി വളരെയധികം യൂസ്ഫുൾ ആവും. മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വാട്സപ്പിൽ എല്ലാവരോടും ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, വാട്സപ്പ് എപ്പോഴും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അപ്ഡേറ്റ് ചെയ്യാതെ എങ്ങനെയാണ് വാട്സപ്പ് ഉപയോഗിക്കുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്ഡേറ്റ് ചെയ്യേണ്ട ആളുകളാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയതിനു ശേഷം വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്കറിയാം ഞാനൊരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ പ്രൊഫൈൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറെ വീഡിയോസ് കാണുന്നുണ്ട്, ഒരു ഇമേജ് കാണുന്നുണ്ട്. ഇതാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പലർക്കും പല ഫോണിലും പല രീതിയിലാണ് വരിക എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഏറ്റവും താഴെ കാണും റിപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. പണ്ടാണെങ്കിൽ നമുക്ക് ആ ഒരു ഇമേജ് ലോങ് പ്രസ് ചെയ്തതിനു ശേഷം നമുക്ക് 3 ഡോട്ട്സിലേക്ക് ക്ലിക്ക് ചെയ്ത് റിപ്ലൈ കൊടുക്കണമായിരുന്നു. ഇപ്പൊ തൊട്ട് താഴെ തന്നെ റിപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആണിത്. ഇവിടെ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ഇമോജീസിന്റെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആ ഇമോജീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു ഫോട്ടോ ഒക്കെ നമുക്ക് പല രീതിയിലുള്ള ഇമോജീസ് കൊടുത്തിട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ആ 3 ഡോട്ട്സ്, അതായത് മോർ ഓപ്ഷൻസ് എന്നുള്ള 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ആ പ്രൈവസി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രൈവസി ചെക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇത് നമ്മുടെ വാട്സപ്പില് പല ഭാഗങ്ങളിലായി കടന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു. അപ്പൊ നമ്മുടെ ഫോണിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വാട്സപ്പ് ഇതെല്ലാം കൂടി ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചൂസ് ഹൂ ക്യാൻ കോൺടാക്ട് യു എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പ്സിൽ പലരും നമ്മളെ പല ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ നമ്മളെ ആഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോണിലേക്ക് വരുന്ന പ്രൈവസി ഡീറ്റെയിൽസുകളായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സെറ്റിംഗ്സിലുണ്ട്. നമ്മളെ നമ്പേഴ്സ് ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുവഴി സാധിക്കുന്നതാണ്. പിന്നെ ഫോൺ നമുക്ക് കൂടുതൽ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാനും അതുപോലെ നമുക്ക് പലതരത്തിലുള്ള സെറ്റിംഗ്സുകൾ, സെക്യൂരിറ്റി സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് ഇതിൽ ചെയ്തു വെക്കാൻ വേണ്ടി സാധിക്കും. ഇതും വാട്സപ്പിന്റെ ഏറ്റവും നല്ലൊരു അപ്ഡേറ്റ് ആണ്. മാത്രമല്ല ഇനി നമുക്ക് ഒന്നുകൂടി നമുക്ക് ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഡോട്ട്സ് ആണ് നമുക്ക് മോർ ഓപ്ഷൻസ് വരുന്നത്, സെറ്റിംഗ്സ് വരുന്നത്. അതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഏറ്റവും താഴേക്ക് വരാം. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് കാണുന്നത്. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഇത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. കുറെ മുൻപ് വന്നൊരു ഓപ്ഷൻ തന്നെയാണ്. ഇവിടെ നമുക്ക് നേരിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് നമുക്ക് കയറാൻ വേണ്ടി സാധിക്കും. നമുക്ക് സാധാരണ നമ്മൾ വാട്സപ്പ് ഒന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇൻസ്റ്റയിൽ കയറേണ്ട ആവശ്യം വരാറുണ്ട്. പക്ഷെ അതിന് പകരം നമുക്ക് വാട്സപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റയിലേക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിലേക്കും നമുക്ക് കയറാൻ വേണ്ടി സാധിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇതിൽ ഏത് അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇനി അതിന് തൊട്ട മുകളിലായിട്ട് ആപ്പ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ആപ്പ് അപ്ഡേറ്റ്സിൽ, അതായത് വാട്സപ്പ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ കയറുന്നതിന് പകരം ഇവിടെ ആപ്പ് അപ്ഡേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വാട്സപ്പ് നമുക്ക് അപ്ഡേറ്റ് ആവുന്നതാണ്. മാത്രമല്ല അതിന്റെ താഴെ നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്യാം. അതായത് വാട്സപ്പ് അപ്ഡേറ്റിന്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് നോട്ടിഫിക്കേഷനും വരുന്നതാണ്. ഇതും വളരെ യൂസ്ഫുൾ ആയിട്ട് അപ്ഡേഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നിയത്. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട്